ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അത് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ആ റിലേഷൻഷിപ്പ് ഒന്നുകൂടി സ്ട്രോങ് ആക്കണം, വളരെ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ രണ്ടു പേർക്കും വേണം, ഒരുപാട് നാൾ ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കും, അതുപോലെ തന്നെ ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ തമ്മിൽ ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, ആരായിക്കോട്ടെ ഓപ്പോസിറ്റ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് നല്ലൊരു ആത്മബന്ധം, ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെയധികം സഹായിക്കും. അത്തരത്തിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സാണ്. നമ്മളിത് ക്യാൻഡിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. വളരെ പവർഫുള്ളാണ്. യൂട്യൂബിലൊന്നും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ ആരും തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇന്ന് അത് ചർച്ച ചെയ്യാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ പെട്ടെന്ന് അറിയണം, അല്ലെങ്കിൽ പെട്ടെന്ന് അതിനൊരു റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്യാൻഡിൽ വേണം, അതുപോലെ തന്നെ ഒരു വൈറ്റ് പേപ്പർ വേണം, അതുപോലെ തന്നെ അതിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പെന്നും. ഇത്ര മതി. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് രാത്രി സമയത്താണ്. എസ്പെഷ്യലി രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ആ സമയത്ത് എന്തെങ്കിലും തിരക്കിൽപ്പെടും, അല്ലെങ്കിൽ ബിസിയാണ്, അങ്ങനെയൊക്കെ തോന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്ത് അസൗകര്യക്കുറവുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് നേരം ഇരുട്ടിയതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് ശാന്തമായ ഒരു സ്ഥലം വേണം. നിങ്ങളുടെ റൂമിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ക്യാൻഡിൽ ഞാൻ പറഞ്ഞല്ലോ, ക്യാൻഡിൽ കത്തിച്ചു വെക്കണം. അത് ഇരുട്ടുള്ള മുറിയിലാണ് നിങ്ങൾ കത്തിച്ചു വെക്കേണ്ടത്. കൂടോത്രമൊന്നുമല്ല. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ നടക്കും. ഇത് നമ്മുടെ മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നമ്മുടെ തോട്ട്സിനെയും നമുക്ക് എന്താ വേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി കടത്തി വിടാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ക്യാൻഡിൽ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇരുട്ടുള്ള മുറിയിൽ ഒരു ക്യാൻഡിൽ കത്തിച്ചു വെച്ച് അതിലോട്ട് ഗെയ്സിങ് ചെയ്യണം. ഗെയ്സിങ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം അത്ര അകലത്തിൽ നിങ്ങൾ മെഴുകുതിരി കത്തിച്ചു വെക്കുക. ജസ്റ്റ് ടേബിളിൽ വെച്ചാൽ നിങ്ങൾ ചെയറിലിരുന്നാൽ കറക്റ്റ് ആയിരിക്കും. അങ്ങനെ വെച്ചതിന് ശേഷം ആ തീനാളത്തിലോട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, കണ്ണിമ വെട്ടാതെ മാക്സിമം. കുറച്ച് കഴിയുമ്പോൾ, ചിലപ്പോൾ 1 മിനിറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു 40 സെക്കൻഡ് ആകുമ്പോൾ ചിലപ്പോൾ കണ്ണിമ വെട്ടിയെന്ന് വരാം. അത് ഓരോ വ്യക്തികൾക്കും കണ്ണിമ വെട്ടുന്നത് ഓരോരുത്തരുടെ സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അത് എന്താണെങ്കിലും കുഴപ്പമില്ല, മാക്സിമം തുറന്നു തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇടയ്ക്കൊന്ന് കണ്ണിമ വെട്ടുന്നത് കൊണ്ട് പ്രശ്നവുമില്ല. വീണ്ടും അതിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ തന്നെ ആ തീനാളത്തിലോട്ട് ഒരു 5 മിനിറ്റ്സോളം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കേണ്ട. എന്തെങ്കിലും ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ, അയ്യോ ചിന്ത വന്നല്ലോ എന്നുള്ള ടെൻഷനിൽ ഓവർ തിങ്കിങ് ചെയ്യേണ്ട ആവശ്യമില്ല. വരുന്നത് വന്നോട്ടെ, അതിനെ അങ്ങനെ പ്രത്യേകിച്ച് അതിലോട്ട് ശ്രദ്ധ കൊടുക്കാതെ വിട്ടാൽ മതി. മാക്സിമം ശാന്തമായിട്ട് അതിലോട്ട് മാത്രം ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രോസസ്സ്. 5 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് കണ്ണെടുത്ത്, ഞാൻ പറഞ്ഞല്ലോ ഒരു പേപ്പറും പേനയും വേണമെന്ന്, ആ പേപ്പറും പേനയും എടുത്തിട്ട് നിങ്ങളുടെ 2 പേരുടെ പേരും ആദ്യം എഴുതുക. ആദ്യം നിങ്ങളുടെ പേര് എഴുതുന്നു, ഒരു ഹൈഫൺ ഇടുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിട്ടുള്ള ആ വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്യുന്നു. അതിന് താഴെ ഞങ്ങൾ സന്തോഷത്തിലാണ് എന്നുള്ളത് എഴുതുക. 2 പേരുടെയും പേര് ഞങ്ങൾ സന്തോഷത്തിലാണ്. ഇത്ര മതി. ക്ലിയർ ആയോ? അത് തന്നെ 10 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ മെഴുകുതിരി അവിടെ കത്തിക്കോട്ടെ, പ്രശ്നമില്ല, അതിലോട്ട് ഫോക്കസ് ചെയ്യേണ്ട. 10 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതിയതിന് ശേഷം, അതവിടെ വെച്ചതിന് ശേഷം വീണ്ടും ഈ ഒരു തീനാളത്തിലോട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് മാക്സിമം ഫീൽ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ആ സന്തോഷത്തിലാണെന്നുള്ള ആ ഒരു ഫീലിൽ മാക്സിമം നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുക. മനസ്സിൽ നിങ്ങൾ തീനാളത്തിലോട്ട് പിന്നീട് നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പറയേണ്ടത്: താങ്ക് യു, താങ്ക് യു ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 3 to 5 മിനിറ്റ്സ് നിങ്ങൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് പറയാവുന്നതാണ്.
താങ്ക്സ്. മിനിമം 3 മിനിറ്റ്സ്, മാക്സിമം 5 മിനിറ്റ്സ്. അതുകൂടി കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തീനാളത്തിലോട്ട് 5 മിനിറ്റ്സ് ശ്രദ്ധിക്കുന്നു. രണ്ടാമത് പേനയും പേപ്പറും എടുത്തിട്ട് നിങ്ങളുടെ ഞാൻ പറഞ്ഞ സെൻറ്റൻസ് 10 തവണ എഴുതുന്നു. വീണ്ടും നമ്മൾ തീനാളത്തിലോട്ട് തന്നെ വരുന്നു. അവിടെ 3 to 5 മിനിറ്റ്സ് നമ്മൾ താങ്ക്സ് പറയുന്നു. ഇങ്ങനെ ഈ 3 പ്രോസസ്സുകളിലൂടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഒരു ദിവസം ചെയ്താൽ പോരാ, തുടർച്ചയായിട്ട് നിങ്ങളൊരു 21 ഡേയ്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് മാനിഫെസ്റ്റ് ആവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലത്തെ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിക്കുക. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. ചിലപ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന വേറെ മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് നമ്പറിൽ വിളിക്കുന്ന സമയത്ത് പറഞ്ഞു തരും. ചിലപ്പോൾ മേ ബി നിങ്ങളത് കുറച്ച് കൂടുതൽ ദിവസം ഫോളോ അപ്പ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ചെറിയ രീതിയിലുള്ള പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ധൈര്യപൂർവ്വം വിളിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക. അതിന് പേയ്മെൻ്റ് ഒന്നുമില്ല. സൊല്യൂഷന് ഞാൻ പറയുന്ന പോലെ കുറച്ചു ദിവസങ്ങൾ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പേയ്മെൻറ്റ് വരത്തുള്ളൂ. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണെങ്കിലും നിങ്ങളുടെ എന്ത് പ്രശ്നവും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ പക്കലുണ്ട്. നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി. തീർച്ചയായിട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളായിക്കോട്ടെ, അതുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് സോൾവ് ചെയ്യണം എന്നുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലും അടിച്ചു നിൽക്കാതെ വീഡിയോസ് ഒന്നും കണ്ടുകൊണ്ടിരിക്കാതെ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക്